നമസ്കാരം. ഏവരും ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ് ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റ്. മുൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളെ ബോധവൽക്കരിക്കുന്ന വ്യക്തിയാണ്, അവരെ കൗൺസിലിംഗ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്തായാലും ഇയാൾ പോക്സോ കേസിൽ പിടിയിലായി എന്നുള്ളത് അത് ചിലരെയൊക്കെ വല്ലാതെ ഞെട്ടിച്ചു. ചില ആളുകൾ കിട്ടിയ അവസരം മുതലാക്കുന്നതിന് വേണ്ടി അത് പരമാവധി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തുന്നു. അതായത് ഫിലിപ്പ് മമ്പാടുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ഇദ്ദേഹം ഖുർആൻ പഠിച്ചത് കൊണ്ടാണ് എന്നൊക്കെയാണ് ചില ആളുകൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, ഖുർആൻ പഠിച്ചു, അത്തരത്തിലുള്ള ചില പുസ്തകങ്ങൾ വായിച്ചു, അതൊക്കെ പഠിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വഴികളിലൂടെ സഞ്ചരിച്ചത്, ഈ വഴിയിലൂടെ പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നൊക്കെ പറയുന്ന ചില ആളുകൾ. എന്തായാലും ഞാനിവിടെ ഫിലിപ്പ് മമ്പാടിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഞെട്ടിയില്ല എന്നുള്ളതാണ്. പോലീസും ഞെട്ടിയില്ല. പോലീസിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഫിലിപ്പ് മമ്പാട് ആരാണ്, ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്നു. ഒരു പോലീസ് ഓഫീസറുമായി ഞാൻ ഇന്ന് സംസാരിച്ചു. എന്തായാലും ഒരു സ്മാർട്ടായിട്ടുള്ള പോലീസുകാരനല്ല ഇയാൾ. ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ ഇടപെട്ട് കൂടുതൽ ആരാധകരെ ഉണ്ടാക്കി അത് വെച്ച് ഇയാളുടെ കാര്യം നടത്തിയിരുന്ന ഒരാളാണ്. പോലീസ് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചാൽ ആ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ കൃത്യമായി പണിയെടുക്കുന്ന ആളല്ല. ഇയാളെ നിയന്ത്രിച്ചത് മലപ്പുറത്ത് SP ആയിരുന്ന സുജിത് ദാസ് വന്ന സമയത്താണ് ഇയാളെ നിയന്ത്രിച്ചത്. അതിനു മുമ്പൊക്കെ ഇയാൾക്ക് തോന്നിയതുപോലെ നടക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന ഒരു വിവരമാണ് എനിക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ ജോലി ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷന്റെ പരിസരത്തൊക്കെയുള്ള ചില ആളുകൾ ഇയാളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും എന്നോട് പങ്കുവച്ചിട്ടുണ്ട്. നമുക്കത് പറയാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞില്ല എന്ന് മാത്രം. മറ്റുള്ള ആളുകളുടെ കുടുംബം നന്നാക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആൾ, അവർക്ക് ഉപദേശം കൊടുത്തിരുന്ന ആൾ, ഇയാളുടെ കുടുംബത്തിൽ പൂർണ്ണ പരാജയമായിരുന്നു എന്നൊരു കാര്യമാണ്. എത്ര പേർക്ക് അത് അറിയാം എന്ന് എനിക്കറിയില്ല. ഇയാളും ഇയാളുടെ ഭാര്യയും തമ്മിൽ ഒരുപാട് കാലങ്ങളായി വിയോജിപ്പുണ്ട്. അവർ അടുപ്പത്തിലല്ല. അത് അയാളുടെ കുടുംബകാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. സ്വന്തം കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തേക്ക് വരുമ്പോൾ ഇയാൾ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നുള്ളത് ഞാനിവിടെ ഒന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ മാരിയോ ജോസഫ് അതുപോലെ തന്നെ ജിജി മാരിയോ എന്നൊക്കെ പറയുന്ന രണ്ട് മാതൃകാ ദമ്പതിമാരെ കുറിച്ച് നമ്മളൊക്കെ കേട്ട ചില വാർത്തകളുണ്ട്. ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന സാഹചര്യം ഉണ്ടായി, പോലീസിൽ പരാതിയും കേസും ഒക്കെ ഉണ്ടായി. എന്തായാലും അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇവരെ മാതൃകയാക്കാൻ കഴിയില്ല എന്ന കാര്യം പൊതുസമൂഹം തിരിച്ചറിഞ്ഞത്. ഫിലിപ്പ് മമ്പാടിന്റെ കാര്യത്തിലും അത്തരത്തിൽ തന്നെയാണ്. മറ്റുള്ള ആളുകളെ ഉപദേശിച്ച് ശരിയാക്കാൻ നടന്നിരുന്ന ഈ വ്യക്തി സ്വന്തം കുടുംബത്ത് പൂർണ്ണ പരാജയമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇയാൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ട് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഇയാൾക്ക്. മലപ്പുറം ജില്ലയിലാണ് ഇയാൾ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ ഇടപെട്ട് ഒരുപാട് ആളുകളെ ഇയാളുടെ വഴിക്ക് കൊണ്ടുവന്ന് വലിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. ഒരുപാട് ആളുകൾക്ക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ഇയാൾ പലതും കൊടുക്കാനുണ്ട്, പലതും വാങ്ങിയിട്ടുണ്ട് എന്ന ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. പലരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാൾ പോലീസിലായിരുന്നത് കൊണ്ട് പരാതി കൊടുക്കാൻ പോയില്ല എന്നാണ് പറഞ്ഞു കേട്ടത്. ഏറ്റവും അവസാനം ഇയാൾ VRS എടുത്തു, വോളണ്ടറി റിട്ടയർമെന്റ് എടുത്തു. അങ്ങനെ എടുത്ത് ഇയാൾ ഇവിടെ സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാൻ തുടങ്ങി. പോലീസിൽ പണിയെടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇയാൾക്ക് വരുമാനം ചില ആളുകളെയൊക്കെ ഉപദേശിക്കാൻ പോയതിന്റെ ഭാഗമായി കിട്ടുന്നുണ്ട് എന്ന് ഇയാൾ പലരോടും പറഞ്ഞു നടന്നു. യഥാർത്ഥത്തിൽ പോലീസിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇയാൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. പോലീസിൽ ഇനിയും തുടരാൻ കഴിയില്ല എന്നുള്ള ഉപദേശം ഇയാൾക്ക് ലഭിച്ചു. ഇയാളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നാൽ അത് കേരള പോലീസിന് തന്നെ നാണക്കേടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അന്വേഷണം നടന്നാൽ അത് വലിയ പ്രശ്നമാകും എന്നുള്ള ഒരു തിരിച്ചറിവ്, അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ അത്തരത്തിൽ ഉപദേശം കൊടുത്തപ്പോൾ, അല്ലെങ്കിൽ പോലീസിൽ പണിയെടുക്കുമ്പോൾ കൃത്യമായി ആ പണി എടുക്കേണ്ടി വരും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇയാളെ നിയന്ത്രിച്ചപ്പോൾ ഇയാൾ പോലീസിൽ നിന്നും പുറത്തുപോയി സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തി തുടങ്ങി. എന്തായാലും ഇപ്പോഴാണ് ഇയാളുമായി ബന്ധപ്പെട്ട് ഇയാൾ നേരത്തെ 16-കാരിയെ പീഡിപ്പിച്ചു എന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പരാതി ഉയർന്നു വരുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇയാൾ പീഡിപ്പിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. നിലമ്പൂര് പോലീസാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ പെൺകുട്ടിയെ നിലമ്പൂരിൽ ലോഡ്ജിൽ കൊണ്ടുപോയി, അതുപോലെ തന്നെ മറ്റു ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോയി. ഈ പെൺകുട്ടി മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ ഉപദേശിക്കാൻ എന്ന പേരിലാണ് ഇയാൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇയാളുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് വാർത്തകളും പരാതികളും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കുത്തിക്കഴപ്പ് കാണിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ആളുകൾ ഒന്ന് ക്ഷമിക്കണം, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇയാൾ ഖുർആൻ പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗവുമായി ബന്ധപ്പെട്ട് അവരോടൊപ്പം നിന്നതുകൊണ്ടോ ഒന്നുമല്ല ഇയാൾ ഇത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഒരുപാട് കാലമായി അങ്ങനെ തന്നെയാണ്.
അതായത് ഇവിടെ ഖുർആൻ പഠിച്ചു എന്ന് പറയുന്നതും ഖുർആൻ വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു എന്നൊക്കെ പറയുന്നതും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു. ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റിക്കാൻ എളുപ്പമാണ് എന്ന് തോന്നിയപ്പോൾ ഇയാൾ ഒന്ന് ചേർന്നു നിന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഇയാൾ പരമാവധി നടത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ വൈകാതെ പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇവിടെ സമൂഹ മാധ്യമങ്ങൾ വഴി ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പരിപാടികളുമായി ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അത്തരക്കാരെ ഒന്ന് കരുതിയിരിക്കണം. എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സത്യമുണ്ട് എന്ന കാര്യമാണ്. വല്ലാതെ കുത്തിക്കഴപ്പ് കാണിച്ചാൽ ഈ സോഷ്യൽ മീഡിയ തന്നെ അവർക്ക് എതിരായി വരും. അനുഭവങ്ങൾ അത്തരത്തിലുള്ളതാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ അവരുടെ ആ മുഖംമൂടിയൊക്കെ അഴിഞ്ഞുവിട്ട് സോഷ്യൽ മീഡിയ തന്നെ അവരെ തുറന്നു കാട്ടുന്ന ഒരു കാലമാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. എന്തായാലും കുത്തിക്കഴപ്പ് കാണിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന ആളുകൾ ഒന്ന് കാത്തിരിക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് പറയാമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.